എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോവിലകമ്പടി ബസ് സ്റ്റോപ്പിന് തൊട്ട് കുറച്ച് കയറിയിട്ടാണ്. ഇവിടെ ഒരു വളവുണ്ട്. എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പരിസരവാസികൾ വലിയൊരു പരാതി, കുറേ നാളായി പരാതി പറഞ്ഞിട്ട്. ഇപ്പോൾ വേണ്ട ദേ വരുന്ന വണ്ടി നിർമ്മല കോളേജിലെ ബസ്സുകളാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബസ്സുകളെല്ലാം കൂടി ഒരുമിച്ച് വരണം. എല്ലാ ബസ്സുകളും കൂടി ഒരുമിച്ച്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 5-8 ബസ് ഒരുമിച്ച് പോയി. അപ്പോൾ ഇവിടുത്തെ പരിസരവാസികൾ പറയണത് ഈ ബസ്സുകൾ ഇവിടുന്ന് ഒരുമിച്ച് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇപ്പുറത്തെ വശത്ത് വേറെ സ്കൂൾ ബസ്സുകളിൽ ഇറങ്ങുന്ന കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലൈസ് ഒരു സംഭവം ഉണ്ടായി. ഇത് ഓവർടേക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ മുരിങ്ങൂരി ചെല്ലണം. അപ്പോൾ ഇതൊരു ഗ്യാപ്പിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പരിസരവാസികൾ ഇവരോട് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു വിധ ഇടപെടലില്ല. ഇതേ വരുന്ന അടുത്ത വണ്ടി. ഇപ്പോൾ ഇത് എത്ര വണ്ടികളെ പോയെന്നറിയോ? ഇതിക്ക് മുന്നും വണ്ടികൾ പോയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്തായാലും വണ്ടികൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഇടവിട്ട് പോകാനായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കണമെന്ന് ഈ പരിസരവാസികൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യാതൊരു ഇടപെടലുമില്ല. ഇപ്പോൾ ഒരു വിദ്യാലയം അല്ലെങ്കിൽ ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഈ പഞ്ചായത്തിൽ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഈ പഞ്ചായത്തിൻ്റെ പേരും പ്രശസ്തിയൊക്കെ വർദ്ധിപ്പിക്കും, സംശയമില്ല. പക്ഷേ ഇത് ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടോ, അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഈ റേഷൻ കട നടത്തുന്ന ഒരു അന്തോണിക്കുട്ടി എന്ന് പറഞ്ഞ ചേട്ടൻ, ആൾ ഈ പറഞ്ഞ പോലെ ഈ വാഹനങ്ങൾ ബസ്സുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നതിൻ്റെ ഭാഗമായി എത്രയോ അപകടങ്ങൾ പറ്റി. ഇവിടെ പരിസരവാസികൾക്ക് ഇതിനെപ്പറ്റി പരാതിയുണ്ട്. അപ്പോൾ ഈ വിഷയം ഒന്ന് ശ്രദ്ധയപ്പെടുത്തുന്നു. ഇതിങ്ങനെ ഈ ഒരുമിച്ച് പോക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ മക്കൾ വേറെ സ്കൂൾ ബസ്സിൽ വന്നിറങ്ങുമ്പോൾ അവർക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി എന്തെങ്കിലും അപകടമുണ്ടായി ഹോസ്പിറ്റലൈസ് കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടി വരുമ്പോൾ അതും ഒരു തടസ്സം. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പോകുന്ന ഈ ബസ്സുകളുടെ ഈ പോക്ക് അതിലൊരു ഇടപെടൽ ഉണ്ടാകണം. ഇതിന് ജാഗ്രതാ സമിതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കോളേജിൻ്റെ അകത്തുണ്ട്. പക്ഷേ അത് പ്രവർത്തനമാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നാട്ടുകാർക്ക് ഇതിൽ പരാതിയുണ്ട്. ആ പരാതി പരിഹരിക്കാനുള്ള ഇടപെടൽ ഇവിടുത്തെ ജനപ്രതിനിധികളോ അതല്ലെങ്കിൽ ഈ സ്ഥാപനമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകളോ ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് ഈ വണ്ടിക്കാരുടെ അടുത്തൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു ചെറിയൊരു ഗ്യാപ്പിട്ട് വണ്ടികൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. 2-3 ദിവസം ഗ്യാപ്പിട്ട് വരും. പിന്നെ വീണ്ടും ഈ ചെയിൻ സർവീസ് പോലെ വരും. ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രായമായ ആൾ വന്ന വഴി ക്രോസ് ചെയ്യാനോ പറ്റില്ല. ഒരു വണ്ടി മുരുങ്ങൂർ വരെ ഓവർടേക്ക് ചെയ്ത് കയറി പോകണം. ഇവരെ ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി പോകണമെങ്കിൽ നടക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ വണ്ടികൾ ഇങ്ങനെ ചെയിനായിട്ട് പോകണം. അതും ഈ വണ്ടികളൊക്കെ ഒരു ചെറുവണ്ടികളല്ല, റോഡിൽ ഒതുങ്ങാത്ത രീതിയിലുള്ള വണ്ടികളാണ് ഇതിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഈ നിർമ്മല കോളേജിൻ്റെ വണ്ടികൾ. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോകണോണ്ടൊന്നും ഒരു തടസ്സമില്ല. ഞങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും ഒരു ഉപകാരമില്ലെങ്കിലും പോകണോണ്ടൊന്നും ഒരു തടസ്സമില്ല. ഇതിനൊരു ചെറിയൊരു ഗ്യാപ്പിട്ട് വരാൻ മാത്രമേ ഞങ്ങൾ പറയണുള്ളൂ. പല പ്രാവശ്യം പറഞ്ഞു, പല അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെപ്പറ്റി ആരും ഇതിനായിട്ട് ഒരു തിരിഞ്ഞു നോക്കാനില്ല. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾ അങ്ങനെ ആരെങ്കിലും ശ്രദ്ധപ്പെടുത്തിയത്? എല്ലാവരുടെ പറയുന്നുണ്ട്. ആ പറയുമ്പോൾ 2-3 ദിവസം ബസ്സുകളൊക്കെ അങ്ങനെ ഗ്യാപ്പിട്ട് വരും. പിന്നെ വീണ്ടും പഴയപടി ചെയിൻ സർവീസായിട്ട് വരും. ഈ അപകടങ്ങൾ, വലിയ അപകടങ്ങൾ ഇവിടെ യാത്രക്കാർക്ക് സംഭവിച്ചതെങ്കിലും അങ്ങനെ ഉണ്ടോ? ഈ ട്രെയിനിൽ തന്നെ ഒരുപാട് അപകടങ്ങളുണ്ട്. ഇവിടെ ഒരു റേഷൻ കടക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇതേമാതിരി കുറച്ച് ദിവസം മുമ്പ് ഈ ബസ് പോന്നപ്പോൾ അദ്ദേഹം മറിഞ്ഞു വീഴും. ഈ കൈയുടെ കുഴ കുറച്ച് ദിവസം ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൂടി അദ്ദേഹം ഇതിലെ പോയപ്പോൾ ഏതൊരു വണ്ടി കട്ട് ചെയ്തപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലാണെങ്കിൽ സൈക്കിൾ കയറ്റി വെച്ചാണ്. ഒരു വണ്ടി സൈഡ് ഒതുക്കിയതാണ്, ആൾ വീണു, ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട് സൈക്കിൾ. നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടാണ്. കുട്ടികളെ കൊണ്ട് ട്യൂഷന് കൊണ്ടുപോകാൻ അവർ വരുമ്പോൾ ഞങ്ങൾക്ക് വണ്ടി നിർത്തി അവരെ പിടിക്കാൻ തന്നെ ഞങ്ങൾക്ക് സാധിക്കില്ല. പേടിയായിട്ട് അത്ര വലിയ സ്പീഡിലാണ് അവർ വരുന്നത്. അപ്പോൾ ഇത് ആരെങ്കിലും അടുത്ത് നിങ്ങൾ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഇതൊക്കെ സംസാരിച്ചിരുന്നു ഇങ്ങനെ വാഹനം? അടുത്ത് തന്നെ ഇവിടെ ഒരു അപകടം നടന്നിരുന്നു. ഒരു കുട്ടിയുടെ കാലിൻ്റെ മുട്ട് പോയി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്നിട്ടൊന്നും യാതൊരു ഇതും ഉണ്ടായിരുന്നിട്ടില്ല. പിന്നെ ഇവിടുന്ന് അവര് പുഴയിലേക്ക് ഒരു പോക്കുണ്ട്. ഈ കുട്ടികൾ തന്നെ കുട്ടികളുടെ പോക്ക്, കുട്ടികളുടെ തന്നെ പോക്ക്. ബസ്സിനായാലും ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ ബസ്സും ഇവരുടെ വരവും എല്ലാം കൂടിയും ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്.